എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോർഗൻ ഹൗസലിന്റെ ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. പണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന കുറച്ച് കിടിലൻ ആശയങ്ങളാണ് ഇതിലുള്ളത്. നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മുടെ ആദ്യത്തെ കഥയ്ക്ക് ഒരു അടിത്തറയിടുന്ന ഒരു അടിപൊളി കോട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതൊരു കഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ജീനിയസിന്റെ കഥ. ടെക് ലോകത്തെ ഒരു വലിയ പുലിയായിരുന്നു ഇദ്ദേഹം. പക്ഷേ ഇദ്ദേഹത്തിനൊരു വിചിത്രമായ ശീലമുണ്ടായിരുന്നു. ഇദ്ദേഹം വെറും ഒരു രസത്തിന് $1000 വില വരുന്ന സ്വർണ്ണനാണയങ്ങളെടുത്ത് പസഫിക് സമുദ്രത്തിലേക്ക് വലിച്ചെറിയുമായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. കോടീശ്വരനായിരുന്നു, സംശയമൊന്നുമില്ല. പക്ഷേ പണത്തോടുള്ള അദ്ദേഹത്തിന്റെ ഒരു രീതി, അത് കുറച്ച് ഇൻസെക്യൂരിറ്റിയും പിന്നെ ഒരു തരം ഒരു കുട്ടിക്കളി പോലെയുമായിരുന്നു. അപ്പോ എന്ത് സംഭവിച്ചെന്നോ? കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആള് പാപ്പറായി. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരുമല്ലേ, ഇത്രയും വലിയൊരു ജീനിയസ്, ഇത്രയും സ്മാർട്ടായ ഒരാൾക്ക് ഇതെങ്ങനെ സംഭവിച്ചു? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ പണത്തിന്റെ സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് കടക്കുന്നത്. ഇനി നമുക്ക് വേറെ 2 പേരുടെ കഥ കേൾക്കാം. ഈ 2 കഥകളെ കേൾക്കുമ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയത്തിന്റെ കാതൽ എന്താണെന്ന് ശരിക്കും പിടികിട്ടും. ഇവിടെ നോക്കൂ, 2 പേർ. റിച്ചാർഡ് ഫെസ്കോൺ, ഹാർവേഡിൽ നിന്ന് MBA എടുത്തയാൾ, മെറിൽ ലിഞ്ചിലെ വലിയൊരു എക്സിക്യൂട്ടീവ്, ആഡംബര ജീവിതം, അവസാനം പാപ്പരായി. ഇനി മറ്റേയാൾ റൊണാൾഡ് റീഡ്, ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രം, ഒരു തൂപ്പുകാരൻ, ഗ്യാസ് സ്റ്റേഷൻ ജീവനക്കാരൻ, വളരെ ലളിതമായ ജീവിതം, പക്ഷേ മരിക്കുമ്പോൾ $8 മില്യൺ ആസ്തി. എന്തൊരു വ്യത്യാസമാണല്ലേ? ഇതാണ് നമ്മളെ ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് കൊണ്ടുവരുന്നത്. സാമ്പത്തിക വിജയം എന്ന് പറയുന്നത് ഫിസിക്സ് പോലൊരു ഹാർഡ് സയൻസ് അല്ല. അതിന് കൃത്യമായ നിയമങ്ങളോ ഫോർമുലകളോ ഇല്ല. ഇതൊരു സോഫ്റ്റ് സ്കില്ലാണ്. അതായത് നിങ്ങൾക്ക് എന്തറിയാമെന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ജീനിയസ് പോലും സാമ്പത്തികമായ ഒരു ദുരന്തമായി മാറാം. അതേസമയം വലിയ ഐക്യു ഒന്നും ആവശ്യമില്ലാത്ത കുറച്ച് പെരുമാറ്റ രീതികൾ പഠിച്ചാൽ സാധാരണക്കാർക്ക് പോലും വലിയ സമ്പത്തുണ്ടാക്കാൻ കഴിയും. സംഭവം സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്തൊരാശയത്തിലേക്ക് പോകാം. ആരും ഭ്രാന്തന്മാരല്ല. നമ്മൾ ചിലപ്പോ മറ്റുള്ളവരുടെ പണമിടപാടുകൾ കാണുമ്പോൾ എന്തൊരു ഭ്രാന്താണിത് എന്ന് ചിന്തിക്കാറില്ലേ? പക്ഷേ അങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് പിന്നിലും വ്യക്തമായ കാരണങ്ങളുണ്ടാവാം. ഇതിലെ പ്രധാന പോയിന്റ് ഇതാണ്: മറ്റാരെങ്കിലും പറഞ്ഞു തരുന്ന പാഠങ്ങളേക്കാൾ എത്രയോ ശക്തമാണ് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ. ലോകം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്. അത് വരുന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നിന്നാണ്. ഇതൊന്നാലോചിച്ചു നോക്കൂ. ദാരിദ്ര്യത്തിൽ വളർന്ന ഒരാളും ഒരു കോടീശ്വരനായ ബാങ്കരുടെ മകനും പണത്തെക്കുറിച്ച് പഠിക്കുന്ന പാഠങ്ങൾ ഒന്നായിരിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ വലിയ പണപ്പെരുപ്പം കണ്ടു വളർന്ന ഒരാളും വിലകളൊക്കെ സ്റ്റേബിളായിരുന്ന സമയത്ത് ജീവിച്ച ഒരാളും, അല്ലെങ്കിൽ 1930കളിലെ മഹാമാന്ദ്യം കണ്ട ഒരാളും 90കളിലെ ടെക് ബൂം കണ്ട ഒരാളും, ഇവരെല്ലാം റിസ്കിനെയും സേവിങ്സിനെയും റിവാർഡിനെയും കുറിച്ചൊക്കെ പഠിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. അതായത് നിങ്ങളുടെ സാമ്പത്തിക ലോകവീക്ഷണം രൂപപ്പെടുത്തുന്നതിൽ നിങ്ങൾ എപ്പോൾ എവിടെ ജനിച്ചു എന്നതിന് വലിയൊരു പങ്കുണ്ട്. അതൊരു തരം ലോട്ടറി പോലെയാണ്. ഇതൊരു ഉദാഹരണമാണ്. നിങ്ങൾ 1970ലാണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ ടീനേജിലും ചെറുപ്പത്തിലുമൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് 10 ഇരട്ടി വളരുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ വിശ്വാസം തോന്നും. പക്ഷേ നിങ്ങൾ 1950ലാണ് ജനിച്ചതെങ്കിലോ ആ സമയത്ത് മാർക്കറ്റ് എവിടെയും പോയില്ല. അപ്പോൾ നിങ്ങളുടെ അനുഭവം നേരെ തിരിച്ചായിരിക്കും. ഇതുപോലെ തന്നെയാണ് പണപ്പെരുപ്പത്തിന്റെ കാര്യവും. 1960കളിൽ ജനിച്ച ഒരാൾക്ക് സാധനങ്ങളുടെ വില 3 ഇരട്ടിയാകുന്നതൊക്കെ കണ്ട് നല്ല പേടിയുണ്ടാവും. അതേസമയം 1990കളിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെയൊരു അനുഭവം കുറവായിരിക്കും. ഈ അനുഭവങ്ങൾ നമ്മുടെ സമ്പാദ്യശീലത്തെയും നിക്ഷേപത്തെക്കുറിച്ചുള്ള ചിന്തകളെയുമൊക്കെ ജീവിതകാലം മുഴുവൻ സ്വാധീനിക്കും. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ലോകത്ത് നടന്ന കാര്യങ്ങളുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷേ ലോകം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന്റെ ഏകദേശം 80% വരുന്നത് ഈ കുഞ്ഞ് പേഴ്സണൽ അനുഭവങ്ങളിൽ നിന്നാണ്. ഞെട്ടിക്കുന്നൊരു കണക്കാണതല്ലേ? അപ്പോ ഈ ഒരു കാഴ്ചപ്പാടില് നമുക്ക് ഈ ചോദ്യത്തെ ഒന്ന് നോക്കാം. ഒരു അത്യാവശ്യം വന്നാൽ $400 എടുക്കാനില്ലാത്ത ഒരാള് എന്തിനാണ് ഒരു വർഷം $412 ലോട്ടറി ടിക്കറ്റിനു വേണ്ടി കളയുന്നത്? നമുക്ക് ചിലപ്പോ ഇത് ഭ്രാന്തായിട്ട് തോന്നും. പക്ഷേ
അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിനൊരു കാരണമുണ്ട്. അവരുടെ മറുപടി ഒരുപക്ഷെ എങ്ങനെയായിരിക്കും: ഞങ്ങൾ പണം കൊടുക്കുന്നത് ഒരു സ്വപ്നം വാങ്ങാനാണ്. നിങ്ങൾക്കത് മനസ്സിലാവില്ല, കാരണം നിങ്ങൾ ജീവിക്കുന്നത് തന്നെ ഒരു സ്വപ്നത്തിലാണ്. ആലോചിച്ചു നോക്കൂ, അധികം അവസരങ്ങളൊന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ലോട്ടറി ടിക്കറ്റ് വെറുമൊരു കടലാസല്ല, മെച്ചപ്പെട്ട ഒരു ജീവിതം കിട്ടാനുള്ള ഒരേയൊരു പ്രതീക്ഷയായിരിക്കാം അത്. ഇനി ഈ വിഷയത്തിന് മറ്റൊരു ആംഗിൾ കൂടി നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും ഇതിലെ വെറും പുതുമുഖങ്ങളാണ്. അതായത്, നമ്മൾ ഈ കളിക്കുന്ന സാമ്പത്തിക കളി എത്രത്തോളം പുതിയതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളിന്ന് വളരെ സാധാരണമായി കാണുന്ന പല സാമ്പത്തിക കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയുടെ പ്രായമേ അതിനുള്ളൂ. നമ്മുടെയൊക്കെ സാമ്പത്തിക ജീവിതത്തെ നിയന്ത്രിക്കുന്ന മിക്ക ആശയങ്ങളും നമ്മുടെ അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും കാലത്ത് ഉണ്ടായിരുന്നേയില്ല. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. ആദ്യത്തെ ഇൻഡെക്സ് ഫണ്ടുകൾ വന്നിട്ട് ഏകദേശം 50 വർഷമേ ആയിട്ടുള്ളൂ. അമേരിക്കയിലെ പ്രധാനപ്പെട്ട റിട്ടയർമെന്റ് പ്ലാനായ 401k വന്നത് 1978-ലാണ്. റോത്ത് IRA വന്നത് 1998-ലും. അതായത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരെക്കാളും പ്രായം കുറവാണ് ഈ സാമ്പത്തിക ഉൽപ്പന്നങ്ങൾക്ക്. അതായത്, നമ്മൾ മനുഷ്യർ വളർത്തു നായ്ക്കളുമായി ഇടപഴകാൻ തുടങ്ങിയിട്ട് 10,000 വർഷമായി. പക്ഷേ ഈ ആധുനിക സാമ്പത്തിക സിസ്റ്റം വന്നിട്ട് വെറും 20-50 വർഷമേ ആയിട്ടുള്ളൂ. എന്നിട്ടും നമ്മൾ ഈ പുതിയ കളിയിൽ ഒരു തെറ്റും വരുത്താതെ പെർഫെക്റ്റായി കളിക്കണമെന്ന് നമ്മൾ തന്നെ വാശിപ്പിടിക്കുന്നു. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ ഭ്രാന്തന്മാരല്ല. നമ്മളെല്ലാവരും ഈ കളിയിൽ വെറും തുടക്കക്കാർ മാത്രമാണ്. അപ്പോൾ സാമ്പത്തികമായി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലെ തെറ്റുകൾ വ്യക്തിപരമായ പരാജയമായി കാണണ്ട. നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? 1. സാമ്പത്തിക വിജയം നിങ്ങളുടെ ബുദ്ധിയല്ല, നിങ്ങളുടെ പെരുമാറ്റമാണ് തീരുമാനിക്കുന്നത്. 2. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പണത്തെക്കുറിച്ച് നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കുന്നു, അതിന് അതിന്റേതായ ശരിയുണ്ട്. 3. മറ്റൊരാൾക്ക് ഭ്രാമ്പ് എന്ന് തോന്നുന്ന ഒരു തീരുമാനം അതെടുക്കുന്ന ആൾക്ക് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തികച്ചും ശരിയായിരിക്കാം. പിന്നെ ഏറ്റവും പ്രധാനം, ഈ ആധുനിക ഫിനാൻസ് എന്നത് ഒരു പുതിയ കഴിയാണ്. നമ്മളെല്ലാവരും അതിന്റെ നിയമങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പണത്തെക്കുറിച്ച് ചിന്തിക്കാനൊരു പുതിയ കണ്ണാടി കിട്ടിയതുപോലെയില്ലേ? ഇനി നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ സ്വന്തം ജീവിതാനുഭവങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ഹിസ്റ്ററി, പണത്തെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ എന്തെല്ലാമാണ്?